എല്ലാവർക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടൊന്നല്ല, ഒരു ചെറിയൊരു ഫങ്ഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മോളെ കാതുകുത്തേന്ന്. അപ്പോൾ ജസ്റ്റ് വീഡിയോസൊക്കെ ഇട്ടപ്പം എല്ലാവരെയായിട്ടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. മോൾ ഇട്ടിക്കുന്ന ഡ്രസ്സ് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉള്ള ഡ്രസ്സായിരുന്നു. നല്ലൊരു ലോങ് ഗൗണ് മോഡലിൽ പഫ് സ്ലീവൊക്കെ ആക്കിയിട്ട് അടിച്ചതായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഷൂസൊക്കെ ഇട്ട് ആൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എന്താണ് സംഭവം എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനെ പുതിയ ഡ്രസ്സ് ഇടാനും പുതിയ ചെരുപ്പിടാനും ഇങ്ങനെ നല്ല ഒരുങ്ങി നടക്കാനൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് ആയിട്ടൊക്കെ നല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാത്തിനും ഇരുന്നരും. ഡ്രസ്സ് ഇടാനാണെങ്കിലും ചെരുപ്പിടാനും മുടി വാരാനാണെങ്കിലും ഒക്കെ അവൾ നല്ല അഡ്ജസ്റ്റ് ചെയ്ത് നിന്നരും. അപ്പോൾ ആ കെട്ടപ്പുള്ളൊരു കിടയിലാണ് നിൽക്കുന്നത് ആൾ. കണ്ണെഴുതാനൊക്കെ ആണെങ്കിലൊക്കെ നിന്നരും. അപ്പം നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ചെയ്യുന്ന കരയോ എങ്ങനെയാവും സിറ്റുവേഷന് എന്നൊക്കെ ഉള്ളൊരു ഇതിലേന്ന് നമ്മളും ഉണ്ടായിരുന്നത്. ഒരു ചെറിയ ഫങ്ഷനാണ്, അങ്ങനെ ആരുമില്ല, ജസ്റ്റ് ഫാമിലിയിലുള്ളവർ മാത്രം വെച്ചുള്ളൊരു ചെറിയൊരു ഫങ്ഷൻ മാത്രമേന്ന്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മെയിനായിട്ട് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ വീഡിയോസാണ് ഇടാറുള്ളത്. ചുരിദാറിൻ്റെ ഓൺലൈൻ ബിസിനസ് ആയിട്ടുള്ള ഒരു പേജാണ്. പിന്നെ നമ്മളിങ്ങനെ ഒരു ഫങ്ഷൻ വന്ന് നമ്മളുടേതായ ഒരു ഫങ്ഷൻ വന്നപ്പം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണേ. ഇനിയും നല്ല നല്ല കളക്ഷൻസ് ആയിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോസൊന്നും മിസ് ചെയ്യാതെ കാണാം. അപ്പോൾ ഒരു ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ട് ആളെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സിമ്പിളായിട്ട് ഡ്രസ്സ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഫ്രോക്ക് അടിച്ചത്. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയതിൻ്റെ ശേഷം രണ്ടാളെയും കൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറക്കിയതെന്ന്. അപ്പം അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അവൾ പിന്നെ ആ മാറ്റി ഒരുങ്ങി പോകാനുള്ള ഒരു ഇതിലേന്ന്. അപ്പോൾ മോളെ കറക്കിയപ്പോൾ മോനെയും കറക്കണം എന്ന് പറഞ്ഞിട്ട് അവനും അങ്ങനെ ഒന്ന് കറങ്ങിയതാണ്. അങ്ങനെ അതാ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതും കാട്ടിക്കൂട്ടുണ്ട് അവൾ. മൈലാഞ്ചി ഇട്ടത് കാണിച്ചു തരലും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പെട്ടെന്ന് വണ്ടിയിൽ കയറി പോവാന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് അവൾക്കുള്ളത്. ഇതെങ്ങോട്ടാ പോവാന്നൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങനെ ചെറിയ രീതിയിലൊരു മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ കാണിക്കുകയാണ്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള തിരൂരന്നുള്ളൊരു ജ്വല്ലറിക്കാണ് കാതുത്താൻ പോണത്. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് കാതുത്താൻ പോവാണ്. നല്ല എക്സൈറ്റഡ് ആണ്. ആൾ കരയോ ഇല്ലേന്നൊന്നും അറിയില്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്. 2 ദിവസമായിട്ട് ഇങ്ങനെ കാതുത്തിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ കുട്ടികൾ കരയുമ്പോൾ അവളിങ്ങനെ ഓരോന്ന് കാണിക്കലൊക്കെ ഉണ്ട്. എന്നാലും അവളുടേതായ ഒരു എക്സ്പ്രഷൻ എന്താവും അറിയാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെപ്പോൾ വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്ന്. മോനിക്കാണെങ്കിലും ഈ കാതുത്തുക എന്നുള്ളത് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. അപ്പം അവനക്കും ഇതെന്താ സംഭവം എന്നൊന്നും അറിയാത്തതുകൊണ്ട് അവനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ആളൊന്ന് ചിരിക്കാൻ വേണ്ടി കുറേ നോക്കി. പക്ഷെ അവൾ തീരെ ചിരിക്കുന്നില്ല, ഭയങ്കര ഗൗരവത്തിലാണ് ആൾ. അങ്ങനെ പിന്നെ നടന്നു പോവുന്നുണ്ട് കാതുത്താൻ വേണ്ടിയിട്ട്. പോസ് ചെയ്യാൻ പറയുമ്പോൾ അവൾ തീരെ മൈൻഡ് ആക്കണമൊന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുണ്ട്. അവളൊക്കെ എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്നത് നമുക്കിങ്ങനെ ഒരു പരിപാടി നമ്മൾ ആദ്യമായിട്ട് വരുമ്പം നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ ആയിരുന്നു. അങ്ങനെ പിന്നെ കാതുത്താൻ വേണ്ടി എല്ലാവരും കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അവിടുന്ന് നടന്ന് പോവാൻ എടുത്തപ്പം തന്നെ അവളെ മൂഡ് ശരിയല്ല, അവൾ നടന്നൊന്നും വരുന്നില്ല, എടുത്തിട്ട് തന്നെയാണ് ആൾ പോണത്. അങ്ങനെ പിന്നെ ഉമ്മാൻ്റെ മടിയിലിരുത്തിയിട്ടായിരുന്നു അവൾ കാതുത്താൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവരാ ജസ്റ്റ് പെന്നേറ്റൊന്ന് ഡോട്ട് ഇടുമ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര കരച്ചിലൊക്കെ ഇങ്ങനെ തുടങ്ങി സ്റ്റാർട്ടാവുണ്ടായിരുന്നു. പിന്നെ ഐസമാണെങ്കിലും നോക്കി നിൽക്കുകയാണ്, ഇതെന്താണ് നടക്കണമെന്നുള്ളൊരു ഇതിൽ നോക്കി നിൽക്കുകയായിരുന്നു. കാതുത്താന്ന് അവളോട് പറയുമ്പോൾ അമ്മാൻ്റെ കാതുത്താന്ന് പറഞ്ഞിരിക്കലാണ്. അവളെ കാത് തന്നെയാണ് കുത്താൻ പോണെന്നുള്ളത് അവൾക്കും അറിയില്ലായിരുന്നു. അമ്മാൻ്റെ കാതുത്താന്നാണ് അവളെപ്പോഴും പറയൽ. അങ്ങനെ പിന്നെ അതൊക്കെ സെറ്റാക്കി അവൾ ആ കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കിയിരിക്കുന്നു. കണ്ണാടിയിൽ
മുട്ടായി 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 കഴിഞ്ഞ് മുട്ടായി എല്ലാവർക്കും മുട്ടായി കഴിക്കോ എല്ലാവർക്കും കൊടുക്കണം ശമ്മനൊക്കെ പോട്ടെടുക്കണ്ടേ. അങ്ങനെ കാതൊക്കെ കുത്തിയിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ശ്രദ്ധ മാറ്റാൻ വേണ്ടി നോക്കിയെന്ന്. എന്നാലും അവള് ഇടയ്ക്ക് ഇങ്ങനെ കരഞ്ഞങ്ങാണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. കുറേ ഫോട്ടോക്ക് പോസ് ചെയ്യാൻ പറഞ്ഞിട്ടൊന്നും ഫോട്ടോക്കൊന്നും ഓള് നോക്കണമെന്നില്ല. ഫുള്ള് കരച്ചിലും സങ്കടവും ഒക്കെ തന്നെ ഇരുന്ന്. പിന്നെ കുറേ മുട്ടായി കൊടുക്കാൻ നോക്കി. അപ്പോൾ ആദ്യമൊന്നും മുട്ടായി വാങ്ങാതെ കരച്ചിൽ തന്നെ ആയിട്ടിരുന്ന്. പിന്നെ ഐസമയെന്ന് എല്ലാവർക്കും മുട്ടായി കൊണ്ടുപോയി കൊടുത്തിരുന്നത്. അതേന്ന് അവൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി. അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഓനെന്ന് മുട്ടായി കൊണ്ടുപോയി കൊടുത്തിരുന്നത്. ഇതാണ് നമ്മൾ വാങ്ങിയൊരു ചെറിയ കമ്മൽ അതായിരുന്നു. അങ്ങനെ കമ്മല കൊടുത്തപ്പോൾ കമ്മലൊന്നും ഓൾക്ക് വേണ്ട. പിന്നെ മുട്ടായി കൊടുത്ത് മുട്ടായി തിന്നാൻ തുടങ്ങി. ഒരു കയ്യേറ്റ് എങ്ങനെയൊക്കെ ഒന്ന് കമ്മലൊക്കെ പിടിപ്പിച്ച് നോക്കി. പിന്നെ മിഠായിയൊക്കെ തിന്നാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരുവിധമൊക്കെ ഓക്കെ ആയി തുടങ്ങിയെന്ന്. പിന്നെ ഒരു ചെറിയൊരു ബ്രേസ്ലെറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൊടുത്ത് അവൻ പിന്നെ എല്ലാവർക്കും മുട്ടായി കൊടുക്കാൻ നടക്കിയെന്ന്. അവൻ പിന്നെ ഒരു ബിഗ് ബ്രദർ ആയതുകൊണ്ട് ആ ഡ്യൂട്ടി അവൻ നല്ലോണം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. എല്ലാവർക്കും ഒരാളെ പോലും മിസ് ചെയ്യാതെ അവൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അവൾ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ശ്രമിച്ചു. പക്ഷെ ഒരു നല്ല ഫോട്ടോ എടുക്കാൻ അവൾ തീരെ സമ്മതിച്ചില്ല. പൊട്ടത്തിന് അവൾ ആകെ ഡള്ളായിന്ന്. പിന്നെ ജ്വല്ലറിക്കാരെ വകെ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ടേന്ന്. അവരും നല്ല സപ്പോർട്ടായിട്ട് നിന്നുണ്ടേന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കേക്ക് വാങ്ങാൻ വിചാരിച്ചിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള സ്പഞ്ചിൽ പോയിട്ട് ഒരു കേക്ക് വാങ്ങാൻ വേണ്ടി പോയതേന്ന്. അപ്പോൾ അവർ എഴുതണ വരെ അവിടെ കുറച്ച് മീനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ മീനൊക്കെ നോക്കി നിന്ന് അവർ അങ്ങനെ ഒരു ചെറിയൊരു കേക്കും വാങ്ങിയിട്ട് അവരൊരു സന്തോഷത്തിന് വേണ്ടി ഒരു ചെറിയ കേക്കും വാങ്ങി. രണ്ടാൾക്ക് തന്നെ കൊടുത്ത് അവർ ആ കേക്കും വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ പോന്ന്. അപ്പോൾ പിന്നെ കേക്ക് കിട്ടിയപ്പോഴത്തേന് ആൾക്കാർ സെറ്റായിരുന്നു. പിന്നെ ഹാപ്പി ടു യുവിൻ്റെ കേക്ക് മുറിക്കുക എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു രണ്ടാളെ നടത്തും. അങ്ങനെ പിന്നെ ആങ്ങളെയും പെങ്ങളും തന്നെ കേക്ക് മുറിച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അങ്ങനെ ഈ ഒരു ചെറിയ ഫങ്ഷൻ അങ്ങനെ കഴിഞ്ഞ്. അപ്പം ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല ചുരിദാറിൻ്റെ വീഡിയോസായിട്ട് വരുന്നതാണ്. ഈ ഒരു വീഡിയോ ഇട്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ചുരിദാറിൻ്റെ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യണതാണ്. ഞങ്ങൾക്കൊരു ചെറിയ ഫങ്ഷൻ ഇതിലൊരു ചെറിയ ഫങ്ഷൻ ഉണ്ടായപ്പം അങ്ങനെ അപ്ലോഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഇനിയും ഉണ്ടാവും എന്ന് വിചാരിക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കലും. നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. പിന്നെ കേക്കൊക്കെ തിന്നപ്പോത്തിന് രണ്ടാളും നല്ല സെറ്റായി. പിന്നെ കളിക്കാൻ തുടങ്ങി. പിന്നെ ചെവിൻ്റെ വേദനയൊക്കെ മാറി രണ്ടാളും പുറത്തിറങ്ങി കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു.